ഇത് ആ പെൺകോന്തനായ ഭർത്താവിൻ്റെയും അവളുടെയും സ്ഥിരം കലാപരിപാടിയല്ലേ? നമ്മൾ അതിലും മുകളിലാണ് ചേട്ടാ. വ്ളോഗറും അവതാരകനുമായ മിഥുൻ രമേശിന്റെ ഭാര്യ ലക്ഷ്മി മേനോൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ ഒറ്റ സ്റ്റോറിയാണിപ്പോൾ മലയാള സിനിമയിലും സോഷ്യൽ മീഡിയയിലും കനത്ത തീപ്പൊരിയായി പടർന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെയും തന്റെ പുതിയ ചിത്രമായ വരവിനെതിരെയും ആസൂത്രിതമായി പെയ്ഡ് PR നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നുവെന്ന ആരോപണവുമായി നടൻ ജോജു ജോർജ് രംഗത്തെത്തിയതാണ് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നത്. തന്റെ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ ജോജു നടത്തിയ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ തിയേറ്ററുകളിലും സിനിമാ ലോകത്തും ഒരുപോലെ വലിയ ഞെട്ടലുണ്ടാക്കി. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും സമാനമായ രീതിയിൽ പെയ്ഡ് PR വർക്കുകൾ നടത്തി മറ്റു സിനിമകളെ തകർക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ജോജു ആരോപിച്ചിരുന്നു. പുതിയ ചിത്രമായ വരവിന്റെ റിലീസിന് പിന്നാലെ ഉയർന്നു വന്ന ഈ വെളിപ്പെടുത്തലോടെ മലയാള സിനിമയിലെ അണിയറ കള്ളികൾ വീണ്ടും തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഇൻസ്റ്റാഗ്രാം ലൈവിൽ ജോജു ആരുടെയും പേരെടുത്ത് പറയാതിരുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത തിരച്ചിലുകൾക്ക് കാരണമായിരിക്കുന്നത്. ജോജു ലക്ഷ്യം വെച്ച ആ പ്രമുഖ നടനും ഭാര്യയും ആരാണെന്ന് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സിനിമാ പ്രേമികളും ആരാധക കൂട്ടായ്മകളും. മുൻപും സമാനമായ രീതിയിൽ മറ്റു ചില സിനിമകൾക്കെതിരെയും നെഗറ്റീവ് റിവ്യൂ ക്യാമ്പയിനുകൾക്ക് പിന്നിൽ ഈ ദമ്പതിമാരുടെ ഇടപെടൽ ഉണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ കൊഴുക്കുകയാണ്. അതേസമയം പുകമറകൾ സൃഷ്ടിച്ച് ഒളിയമ്പുകൾ എയ്യുന്നതിന് പകരം നട്ടെല്ലുണ്ടെങ്കിൽ ആ താരദമ്പതികളുടെ പേര് പരസ്യമായി തുറന്നു പറയാൻ ജോജു ജോർജിനെ വെല്ലുവിളിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. പേര് പറയാതെ പകുതി കാര്യങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടാനുള്ള ശ്രമമാണിതെന്ന വിമർശനം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. താരസംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും വിള്ളലുകളും രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ജോജു പൊട്ടിക്കുന്നത് കേവലം ഉണ്ടയില്ലാ വെടി മാത്രമാണോ എന്ന സംശയവും ഇതോടെ ശക്തമായി. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് AK സാജൻ തിരക്കഥയൊരുക്കിയ വരവ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിവാദം പുകഞ്ഞു തുടങ്ങിയത്. ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ പോൾസൺ എന്ന ശക്തമായ നായക കഥാപാത്രത്തെയാണ് ജോജു അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമയെയും ഹൈറേഞ്ചിലെ പോൾസണെയും തകർക്കാൻ ലക്ഷ്യമിട്ട് അണിയറയിൽ ആസൂത്രിതമായ പെയ്ഡ് റിവ്യൂകൾ തകൃതിയായി നടക്കുന്നുവെന്നാണ് സിനിമാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പെയ്ഡ് PR വേട്ടകളിൽപ്പെട്ട് മികച്ച തിയേറ്റർ അനുഭവം നൽകുന്ന പല സിനിമകളും തകർന്നു പോകുന്ന പ്രവണത മലയാളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ കടുത്ത അമർഷം നേരത്തെയും ഉയർന്നിട്ടുണ്ടെങ്കിലും ഒപ്പം അഭിനയിക്കുന്ന ഒരു താരവും ഭാര്യയും ചേർന്ന് ഇതിന് നേതൃത്വം നൽകുന്നു എന്ന വെളിപ്പെടുത്തൽ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്.